നമസ്കാരം, എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ഡിസംബർ 29, 2020 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മികച്ച ക്രിക്കറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത്, അതായത് ഗാരി സോബേഴ്സ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിരാട് കോഹ്ലിക്കാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മികച്ച ക്രിക്കറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാരി സോബേഴ്സ് പുരസ്കാരം ലഭിച്ച ആർക്കാണ്? വിരാട് കോഹ്ലിക്കാണ്. അതുപോലെ കഴിഞ്ഞ പതിറ്റാണ്ടിലെ മികച്ച ഏകദിന താരം ആരാണെന്ന് ചോദിച്ചാൽ അതും വിരാട് കോഹ്ലിയാണ്. മികച്ച ക്രിക്കറ്ററും മികച്ച ഏകദിന താരവും വിരാട് കോഹ്ലിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മികച്ച ടെസ്റ്റ് താരം ആരാണ്? സ്റ്റീവ് സ്മിത്താണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മികച്ച ടെസ്റ്റ് താരം ആരാണെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയൻ താരമായ സ്റ്റീവ് സ്മിത്താണ്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ റാഷിദ് ഖാൻ ആണ് മികച്ച 2020 താരം. റാഷിദ് ഖാൻ അഫ്ഗാനിസ്ഥാൻ സ്പിന്നറാണ്. അദ്ദേഹമാണ് മികച്ച 2020 താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ കഴിഞ്ഞ പതിറ്റാണ്ടിലെ മികച്ച ടെസ്റ്റ് താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയൻ താരമായ സ്റ്റീവ് സ്മിത്താണ്. ഇനി സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം ലഭിച്ച ആർക്കാണ്? മഹേന്ദ്ര സിംഗ് ധോണിക്കാണ്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ മഹേന്ദ്ര സിംഗ് ധോണിക്കാണ് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം ലഭിച്ചത്. അതുപോലെ പതിറ്റാണ്ടിലെ മികച്ച വനിതാ താരം, ഏകദിന താരം, 2020 താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? എലീസ് പെറിയാണ്. മികച്ച വനിതാ താരം, ഏകദിന താരം, അതുപോലെ തന്നെ 2020 താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എലീസ് പെറിയാണെന്ന് പഠിച്ചു വയ്ക്കുക. അതായത് വനിതാ ക്രിക്കറ്റിലെ എല്ലാ പുരസ്കാരങ്ങളും ലഭിച്ചത് ഈ ഓസ്ട്രേലിയൻ താരത്തിനാണ്. ഓസ്ട്രേലിയൻ താരമാണ് എലീസ് പെറി. അടുത്തത് കൊച്ചി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? എം അനിൽകുമാറാണ്. കൊച്ചി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എം അനിൽകുമാറാണ്. അതുപോലെ കൊച്ചിയുടെ ഡെപ്യൂട്ടി മേയർ ആരാണ്? കെ എ അൻസിയാണ്. കൊച്ചിയുടെ ഡെപ്യൂട്ടി മേയറാണ് കെ എ അൻസിയ. ഓക്സ്ഫോർഡ് വികസിപ്പിച്ച് ഇന്ത്യയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ ഏതാണ്? കോവിഷീൽഡാണ്. ഓക്സ്ഫോർഡാണ് വികസിപ്പിച്ചത്. ഇന്ത്യയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഒരു വാക്സിൻ്റെ പേരെന്താണ്? കോവിഷീൽഡ് എന്നാണ്. അടുത്ത് നോക്കാം. 2020 തിരഞ്ഞെടുപ്പ് നടക്കാത്ത നഗരസഭ ഏതാണ്? മട്ടന്നൂരാണ്. നമുക്കറിയാം കേരളത്തിൽ 87 നഗരസഭകളാണുള്ളത്, മുനിസിപ്പാലിറ്റികളാണുള്ളത്. അതിൽ 86 എണ്ണത്തിലാണ് 2020 തിരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ മട്ടന്നൂരാണ് തിരഞ്ഞെടുപ്പ് നടക്കാത്തത് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ആത്മീയ നേതാവായ ദലൈലാമയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ ടിബറ്റിനുള്ള അവകാശം ഉറപ്പിക്കുന്ന ബില്ല് ഒപ്പിട്ടതാരാണ്? ഡൊണാൾഡ് ട്രംപാണ്. ആരാണ്? ഡൊണാൾഡ് ട്രംപാണ് ഒപ്പിട്ടത്. അതായത് ആത്മീയ നേതാവായ ദലൈലാമയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ ടിബറ്റിനുള്ള അവകാശം അടിവരയിടുന്ന ബില്ലിലാണ് ട്രംപ് ഒപ്പിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ടിബറ്റിൽ അമേരിക്കൻ കോൺസുലേറ്റ് സ്ഥാപിക്കാനുള്ള നിർദ്ദേശവുമുണ്ട്. ചൈനയുടെ ഇടപെടലില്ലാതെ അടുത്ത ദലൈലാമയെ തിരഞ്ഞെടുക്കാൻ ടിബറ്റുകാർക്ക് സാഹചര്യമൊരുക്കാൻ രാജ്യാന്തര സഖ്യം രൂപീകരിക്കാനും ടിബറ്റൻ പോളിസി ആൻഡ് സപ്പോർട്ട് ആക്ട് 2020 ശുപാർശയുണ്ട്. അതായത് ടിബറ്റൻ പോളിസി ആൻഡ് സപ്പോർട്ട് ആക്ട് 2020 ഒപ്പുവെച്ചതാരാണ്? ഡൊണാൾഡ് ട്രംപാണ്. അടുത്തത് ഗാന്ധി കിങ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷന് അനുമതി നൽകിയതാരാണ്? ഡൊണാൾഡ് ട്രംപാണ്. അതായത് അഹിംസയുടെ ദീപം തെളിച്ച മഹാത്മാഗാന്ധിക്കും പിന്നീട് ആ പാത പിന്തുടർന്ന് കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി സമരം നയിച്ച അമേരിക്കൻ ഇതിഹാസമായ മാർട്ടിൻ ലൂതർ കിങ്ങിനും ആദരമായിട്ടാണ് ഈ ഗാന്ധി കിങ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിന് അംഗീകാരം നൽകിയതാരാണ്? ഡൊണാൾഡ് ട്രംപാണ്. അടുത്തത് ആന്ധ്രാപ്രദേശിൽ കോവിഡ് ബാധിതരെ കണ്ടെത്തിയ വകഭേദം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? N440 എന്നാണ്. അതായത് ഇന്ത്യയിലെ കൊറോണ വൈറസ് വകഭേദങ്ങളിൽ 19 എണ്ണം ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുന്ന തരം, അതായത് ഇമ്മ്യൂൺ എസ്കേപ്പ് ആണെന്ന് ഗവേഷണ ഫലങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ആന്ധ്രാപ്രദേശിൽ കണ്ടെത്തിയ 34% കോവിഡ് ബാധിതരിലും N440 വകഭേദം കണ്ടെത്തിയ വകഭേദം ഇത്തരത്തിലുള്ളതാണ്. അതായത് അത് ഇമ്മ്യൂൺ എസ്കേപ്പ് അഥവാ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുന്ന തരമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ന്യൂമോകോക്കസ് ആണ്. ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ന്യൂമോകോക്കസ് എന്നാണ്. അതായത് ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ന്യൂമോകോക്കസ് ബാക്ടീരിയക്കെതിരെ പൂനെ
സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് തദ്ദേശീയ വാക്സിൻ പുറത്തിറക്കുകയുണ്ടായി. അതിനിപ്പോൾ ഇട്ടിരിക്കുന്ന പേര് ന്യൂ മോസിൽ എന്നാണ്. ന്യൂ മോസിൽ എന്നാണ്. അതിന് പൊതുവിപണിയിൽ ഏകദേശം 240 രൂപയാണ് ആകുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ വാക്സിനാണിത് എന്നിവിടെ ഓർത്ത് വയ്ക്കുക. ഇൻ്റർനെറ്റ് അധിഷ്ഠിത കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ഏതാണ്? ഈ കേരളമാണ്. ഇൻ്റർനെറ്റ് അധിഷ്ഠിത കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ഏതാണ്? ഈ കേരളമാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രി ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇനി നമുക്ക് അൺഅക്കാഡമിയുടെ കുറച്ച് പ്ലസ് ബെനിഫിറ്റ്സ് നോക്കാം. സിലബസ് വൈസ് സ്ട്രക്ചേർഡ് കോഴ്സസ് ആണ്. അതുപോലെ ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് ആൻഡ് ഡിസ്കഷൻ ഉണ്ട്. സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് സീരീസുകളുണ്ട്. പ്രാക്ടീസ് ടെസ്റ്റുകളുണ്ട്. അൺലിമിറ്റഡ് അക്സസ് ടു ഓൾ കേരള PSC കണ്ടൻസ് ആണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. അതുപോലെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേട്ടം എന്ന് പറയുന്ന ബാച്ച് 28 ഡിസംബറിനാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു 30 ദിവസത്തെ ക്രാഷ് കോഴ്സാണ് 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ളത്. അതിന് റഫറൽ കോഡ് നിങ്ങൾക്ക് നിഖില 10 എന്ന് പറയുന്ന റഫറൽ കോഡ് യൂസ് ചെയ്യാം. 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 90-day കോഴ്സ് ഓൺ 12th ലെവൽ യൂണിഫോം പോസ്റ്റിന് വേണ്ടിയും ആരംഭിച്ചിട്ടുണ്ട്. അത് 28 ഡിസംബറിന് തന്നെയാണ് ആരംഭിച്ചത്. നിഖില 10 എന്ന് പറയുന്ന റഫറൽ കോഡ് യൂസ് ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി അൺഅക്കാഡമി പ്ലസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്? നമുക്ക് ആപ്പിൽ നിന്ന് പ്ലസ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ റഫറൽ കോഡ് നിഖില 10 യൂസ് ചെയ്യുക. ഒരു പ്ലാൻ സെലക്ട് ചെയ്യുക. 6 month, 12 month, 24 months പ്ലാനുകളുണ്ട്. EMI ആയിട്ട് ഫീസ് പേ ചെയ്യാം. നമുക്ക് റീകളക്ട് 2020 കറണ്ട് അഫയേഴ്സ് നോക്കാം. അഭയസ്ഥാനമില്ലാത്ത വിധവകൾക്ക് അഭയവും കുടുംബ ചുറ്റുപാടും നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിന് കേരള ആരോഗ്യ സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പുകൾ ആരംഭിച്ച പദ്ധതി ഏതാണ്? അഭയകിരണമാണ്. ഏതാണ്? അഭയകിരണം. അതായത് അഭയസ്ഥാനമില്ലാത്ത വിധവകൾക്ക് അഭയവും കുടുംബ ചുറ്റുപാടും നൽകുന്നതിന് ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. അടുത്ത് നോക്കാം. ഓണക്കാലത്ത് വിപണിയിലുണ്ടാകാൻ സാധ്യതയുള്ള മായം ചേർക്കൽ തടയുന്നതിന് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഏതാണ്? ഓപ്പറേഷൻ പൊന്നോണം. ഏതാണ്? ഓപ്പറേഷൻ പൊന്നോണമാണ്. ഓണക്കാലത്ത് വിപണിയിലുണ്ടാകാൻ സാധ്യതയുള്ള മായം ചേർക്കൽ തടയുന്നതിന് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന. 2020 രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? രോഹിത് ശർമ്മ, ക്രിക്കറ്റിൽ നിന്നുള്ള രോഹിത് ശർമ്മ. അതുപോലെ ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ട്. മണിക ബത്ര ടേബിൾ ടെന്നീസ് പ്ലെയറാണ്. റാണി റാംപാൽ ഹോക്കി പ്ലെയറാണ്. മാരിയപ്പൻ തങ്കവേലു പാരാ അത്ലറ്റാണ്. ഇപ്പോൾ 2020 രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് ക്രിക്കറ്റ് താരമായ രോഹിത് ശർമ്മ, ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ട്, ടേബിൾ ടെന്നീസ് താരമായ മണിക ബത്ര, ഹോക്കി താരമായ റാണി റാംപാൽ, പാരാ അത്ലറ്റായ മാരിയപ്പൻ തങ്കവേലു. നമുക്ക് നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വൺ അറേഞ്ച്ഡ് മർഡർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? 2020 ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി ആരാണ്? SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? SBIയുടെ പുതിയ MD ആരാണ്? 2020 ഓഗസ്റ്റിൽ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. മാക്സിമം എല്ലാവരും ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഏതെങ്കിലും ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ കണ്ടുപോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചാനലിൽ അവൈലബിൾ ആണ്. അതുകൂടെ മറക്കാതെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.